ബിഗ് ബോസിൽ ചാൻസ് ഇല്ല, ഇല്ല. ഒരു ചാൻസ് ഉള്ളൂ. ജിൻഡോ ചേട്ടനല്ലേ? ആ നിങ്ങൾ ആണോ? അല്ല, ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ പ്ലാനിങ്? നമ്മളവിടെ ചെല്ലുമ്പോൾ ക്യാമറ വയ്ക്കും, ഡയറക്ടർ വരും, ലൈറ്റപ്പ് ചെയ്യും, ദെൻ ആക്ഷൻ. സത്യം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻറ്റോ. ജിൻറ്റോ ചേട്ടാ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ഞാനൊരു ചോദ്യമുണ്ട്, അത് ഞാൻ ചോദിക്കുന്നില്ല, അപ്പോൾ എല്ലാവരും ചോദിച്ച് മടുത്ത് കാണും. ഓക്കെ, അപ്പോൾ ബിഗ് ബോസിലേക്ക് പോവണം എന്നൊരു പ്ലാന് മുമ്പ് ഉണ്ടായിരുന്നോ? ഞാൻ കഴിഞ്ഞ വർഷേ പ്ലാൻ ചെയ്താൽ അത് നടന്നില്ല. പിന്നെ ഈ ഒരു വർഷം ഞാൻ അതിനു വേണ്ടി തന്നെ ഡെഡിക്കേഷൻ ചെയ്തു. അപ്പോൾ ജിൻഡോ ചേട്ടൻ മുന്നേ പറഞ്ഞിരുന്നു ഒരു വർഷമായിട്ട് ഇതിനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെയായിരുന്നു ആ പ്ലാനിങ്? നമുക്ക് എന്താ, ഞാൻ ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാമായിരുന്നു. ഇത് മാത്രമല്ല, ഹിന്ദിയും തമിഴും എല്ലാ ലാംഗ്വേജും തന്നെ എല്ലാം എപ്പിസോഡുകളായിട്ട് കാണാനല്ല ചെയ്യുക. കൂടുതലും ജസ്റ്റ് ക്ലിപ്പുകൾ വരുന്ന കൂടുതലും ഇങ്ങനെ കണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ഞാൻ ഇവിടെ മാക്സിമം പോണതിന് മുമ്പ് തന്നെ പുറത്ത് വന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അത് നമ്മൾ പല സ്റ്റേജുകളും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡൽ ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിപ്പോന്നെ. പിന്നെയും നമുക്കവിടെ ചാൻസ് ഉണ്ട്. പക്ഷേ ബിഗ് ബോസിൽ ചാൻസ് ഇല്ല, ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയ, അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടൊരാളാണ് ജിൻഡോ ചേട്ടൻ. ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ടല്ലോ. ഗ്രേറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നെന്ന് പറയുന്നു. എന്തിനാ ബിഗ് ബോസ് പോയത്? അതായത് ഇപ്പോൾ ബിഗ് ബോസിന് ഒരു കോൾ വന്നു കാണും. ആ ഫസ്റ്റ് കോളിൽ എന്തായിരുന്നു ജിൻഡോ ചേട്ടൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? ഞാൻ ബിഗ് ബോസ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫസ്റ്റ് സീസൺ മുതൽ ഞാൻ അത് കേൾക്കണം, ബിഗ് ബോസ്. അപ്പോൾ പല സീസണിലും എന്നോളം എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ എന്നെ പഠിപ്പിച്ച സാറുമാരുണ്ടാവും. അങ്ങനെയൊക്കെ പല ആൾക്കാരും, അല്ലെങ്കിൽ എന്നെ അറിയണ ഏതെങ്കിലും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ പോകാൻ ഒരു മടിയാണ്, മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ഞാൻ അപേക്ഷിക്കാറില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ചെറുപ്പം മുതലേ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റാറില്ല. ഞാൻ ഒരുപാട് ദാരിദ്ര്യത്തെ കുടുംബത്തിൽ ജനിച്ചത്. അപ്പോൾ സിനിമ ഫീൽഡിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയി നിന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം. നമുക്ക് പൈസയും കിട്ടില്ല, നമുക്ക് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ സിറ്റുവേഷനിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുറേ പടങ്ങൾ ഞാൻ ചെയ്തു, പക്ഷെ നമ്മളൊന്ന് രജിസ്റ്റർ ആവണല്ലോ. അപ്പോൾ ഏറ്റവും നല്ല രജിസ്റ്റർ ആവാൻ പറ്റിയ പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ആണ്. കാരണം 3 മാസം അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിസ്സാര ദിവസമുള്ളൂ, ഒരു 100 ദിവസമുള്ളൂ. പക്ഷെ ഒരു 10,000 ദിവസം നിൽക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്കത് 100 ദിവസമായിട്ട് ഫീൽ ചെയ്യണം, പക്ഷെ നമുക്കത് 100 ദിവസമല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം പല ആൾക്കാരും പറയാറുണ്ട് കേട്ടോ, സ്ക്രിപ്റ്റഡാണ്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം ഞാൻ ഇവിടുത്തെ പോയപ്പോഴും ആൾക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ക്യാമറ വയ്ക്കും, ഡയറക്ടർ വരും, ലൈറ്റപ്പ് ചെയ്യും, ദെൻ ആക്ഷൻ ചെയ്തു, കട്ട് ബാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ബിഗ് ബോസിൽ പോയ ആൾക്കാർ എന്നോട് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെപ്പം പോകണ്ട, പോയ പണിയാണ്, നിന്റെ തനി സ്വഭാവം പുറത്തറിയും. കാരണം നീ ഇങ്ങനെയല്ല പ്രതികരിക്കുന്ന ഒരാളാണ്. അത് ശരിയാണോ? അതായത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ തനി സ്വഭാവം പുറത്തേക്ക് വരും എന്ന് പറയുന്നത്? ആ തനി സ്വഭാവം പുറത്തേക്ക് വരുന്ന വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്, ഞാൻ അത്യാവശ്യം ആൾക്കാരെ ചീത്തയൊക്കെ വിളിക്കായിരുന്നു. നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഡബിളായിട്ട് തിരിച്ച് ചീത്ത വിളിക്കുന്ന ആളായിരുന്നു. പക്ഷെ അതെനിക്ക് ഒരു 2 ആഴ്ച ആയിപ്പിക്കും തന്നെ മതിയായി. കാരണം കാലഘട്ടം വേണമെന്നുണ്ട് ആ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് പുറത്താക്കി തന്നെ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ അങ്ങനെ ചീത്ത വിളിച്ചാൽ ശരിയാവൂല എന്ന് മനസ്സിലായി. പിന്നെ ബിഗ് ബോസിലും ലാലേട്ടനൊക്കെ കൈകാലൊക്കെ പിടിച്ച് ഞാൻ വീണ്ടും കയറി. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞു ക്യാഷ്, പണം, പിന്നെ ഒന്ന് പദവി, ഫെയിം. ഏത് തട്ടിനാണ് കൂടുതൽ വെയിറ്റ് കൂടുതൽ? ഇപ്പോൾ ബിഗ് ബോസിൽ പോകണം എന്നുള്ളൊരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. അത് ഇപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യുന്നതിന് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആർട്ടിസ്റ്റായി നിൽക്കുന്ന ആരടുത്ത് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഇന്ന കാര്യം കൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിൽ പോകാൻ എന്തായിരുന്നു ആ കാരണം? ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ട ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഈ ലോകം വിട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു വ്യക്തിമുദ്ര നമ്മളോട് പതിപ്പിക്കണം. നമുക്ക് ഈ ലോകം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയി എങ്ങനെ അറിയോ?
അതായത് ശവപ്പെട്ടിയിൽ 2 കൈയും ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയത്. അത് അദ്ദേഹം എഴുതി വെച്ചതാണ്, എൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് മനുഷ്യർക്ക് സന്ദേശം കൊടുത്തണം, നമുക്ക് ഈ ലോകത്തു നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. സോ അപ്പോൾ എന്നാ പറഞ്ഞ പോലെ നമുക്ക് ഈ ലോകത്തു നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫെയിം ഇവിടെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ഇന്നത് ആളായിരുന്നു, ഇന്നൊരു സാധനം ജീവിച്ച് ഐഡൻറ്റിറ്റി, അത് നമ്മൾ എന്നാ ജീവിച്ചിരുന്നു എന്നുള്ളത്, അത് പണം കൊണ്ട് കിട്ടില്ല. അത് കിട്ടാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനമാനങ്ങളാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ആക്ടറാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പണമോ പദവിയോ ഒന്നുമല്ല, അതിനേക്കാളേറെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് പോകുന്നതിന് മുന്നത്തെ ജീവിതവും, അതായത് ബിഫോർ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ്, ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ കുറേ പേർക്ക് ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ജിൻഡോ ചേട്ടൻ ഇപ്പോഴാണ് നമ്മളെ ഫ്രെയിമിലേക്ക് വന്നിട്ടുള്ളത്. കുറേ പേര് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ചേട്ടൻ എന്നോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റണില്ല, പുറത്തിറങ്ങിയ ആൾക്കാരാണ്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീൽ? എന്നുവെച്ചാൽ നമ്മൾ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ചീത്ത വിളിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളായിരുന്നു. ഇപ്പം നമ്മൾ ഒരാൾ ചീത്ത വിളിച്ചാലും നമ്മൾ ഇങ്ങനെ ആ ഒരു മൈൻഡ് നിൽക്കാനുള്ളൊരു ക്ഷമ, അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ക്ഷമ പഠിക്കും. അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല അവിടെ. കാരണം ഒരു 25 പേര് മത്സരിച്ചാൽ 24 പേരും നമ്മുടെ മേത്തേക്ക്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, കൂട്ടറ്റാക്കായിരുന്നു. അപ്പോൾ ആ കൂട്ടറ്റാക്ക് എനിക്ക് ആ കൂടി പറയാൻ പറ്റുന്ന വെച്ചാൽ രതീഷ്, ജാൻമണി, അങ്ങനെയൊക്കെ കൂട്ടുകാരന്മാർ നമുക്ക് ഉണ്ടായിരുന്നു. സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ജാൻമണി ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ അങ്ങനെ നമുക്കൊരു വേറെ ആരും നമ്മുടെ അടുത്തേക്ക്, എല്ലാവരും നമ്മുടെ മേത്തേക്ക് അടിച്ച്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ 25 പേര് താമസിക്കുന്ന കുടുംബത്തിൽ ഒരാളെ എല്ലാവരും കുറ്റപ്പെടുത്താൻ ഇങ്ങനെ ഉണ്ടാവും ആളുടെ അവസ്ഥ. ഇപ്പോൾ തൻ്റെ കുടുംബത്തിൽ 25 പേര് താമസിക്കുന്നത്, 25 പേര് താമസിക്കുന്നത്, തന്നെ മാത്രമാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. താൻ എന്ത് ചെയ്താലും തെറ്റ്, അവരെന്ത് ചെയ്താലും 80% ചെയ്താലും അത് തൻ്റെ മേത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ വളരാമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നോലെ പ്രതികരിക്കും, അല്ലെങ്കിൽ അടിക്കും, അല്ല എന്തെങ്കിലും നമ്മൾ ചെയ്യും. കാരണം അവരുടെ ഉദ്ദേശം അതായിരുന്നു. കാരണം ഞാൻ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുക. അല്ല നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഫൈറ്റ് ചെയ്യണ ആളെന്ന് അറിയാം. അപ്പോൾ അവരെ അടിക്കണം, ആരെങ്കിലും അടിച്ച് പുറത്ത് പോകണം. സിനിമയിൽ കുറേ ട്രൈ ചെയ്തു, കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു മുഖം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. എത്ര വർഷമായി? കുറേ കാലമായോ ഫിലിമിൽ ട്രൈ ചെയ്യുന്നു? ഒത്തിരി വർഷമായി. ഞാനൊരു നമ്മുടെ എന്താ പറയുക, കലാഭമണിയുടെ മറ്റേ പ്രമുഖൻ എന്നുള്ള പടം മുതലിട്ട് നമ്മൾ അഭിനയിച്ച് തുടങ്ങിയതാണ്. കുറേ പടങ്ങൾ ഇങ്ങനെ ചെയ്തു. പക്ഷേ നമുക്കത് എന്തുകൊണ്ട് റോൾ ചെയ്താലും നമ്മളെ ആൾക്കാർ മനസ്സിലാക്കണില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം തോന്നുന്നത്? അതായത് എന്തായിരുന്നു ആ അവഗണന? അതായത് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ റിജക്ഷൻ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. ഒരു സിനിമയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്, 16 വർഷം ഒരു പെണ്ണിനെ പ്രേമിച്ച പോലെ ഞാൻ സിനിമയെ പ്രേമിച്ച ഒരാളാണ്. അപ്പോൾ എന്ത് പറഞ്ഞായിരുന്നു ആ റിജക്ഷൻ വന്നിരുന്നത്? അല്ല, റിജക്ഷൻ വന്നതല്ല, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ലൊരാൾ നമ്മളെ വെച്ചിട്ട് ഒരു പടം എടുക്കാൻ മുന്നോട്ട് വരണം ആദ്യം തന്നെ. അത് മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ഒരു ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ, അതിലേക്ക് ഡീപ്പായിട്ട് ഞാൻ പോണില്ല, എന്നാൽ പോലും അതിനുള്ളിലുള്ള ഫ്രണ്ട്ഷിപ്പ് ജെനുവിൻ ആണ് എന്ന് ജിൻഡോ ചേട്ടന് തോന്നുന്നു? ഞാൻ ലാലേട്ടനോട് മുഖത്ത് നോക്കി ശരിക്കും നമ്മുടെ ഒരു സൺഡേ പറഞ്ഞായിരുന്നു, അതായത് ലാലേട്ടൻ എനിക്കിവിടെ ആരും ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യമില്ല, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യം അപ്പുറം പറയാം. ആ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാവുക, ഉപകാരങ്ങൾ കുറവാണ്. ചങ്കായിട്ട് നമുക്കൊരു ഫ്രണ്ട്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കിട്ടിയിരുന്ന ഒരാളുണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ആൾ പോവുകയും ചെയ്തു. ആരും വിശ്വസിക്കാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മളെല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയാലും അങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് ഞാനും കൂടാറുണ്ട്. ടാസ്ക് കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പാണ്, അത് വരും. അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ നമുക്ക് പണിയില്ല. കാരണം അവർക്കും വിജയിക്കേണ്ട ആൾക്കാരാണ്. നമ്മളവർ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവർ നമ്മളോട് ഒന്നും പറയണോ, അവർ വേറെ സ്ഥലത്ത് പറയണോ, അവർ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഗെയിം അങ്ങനെ കളിക്കണം. ഞാൻ സിംഗിളായിട്ട് കളിച്ചു, അത്രേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നി ഇവിടെ ഗ്രൂപ്പ് കളിച്ചിട്ട് കാര്യമില്ല. കാരണം ഗ്രൂപ്പ് കളിക്കണോളം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചതിക്കുഴിയിൽ പെടുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. സിംഗിളായിട്ട് തന്നെ കളിക്കാൻ തോന്നുന്നു. കാരണം 24 പേരെ സിംഗിളായിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല കേട്ടോ. അതാണ് ഗെയിം ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഗ്രൂപ്പ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം തൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു 10 പേരും ഞാനൊരാളെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഈ 10 പേരെ സംസാരത്തിന് ഞാൻ മറുപടി കൊടുക്കണം.
അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഓപ്പോസിറ്റ് നമുക്ക് നിൽക്കാൻ നമ്മുടെ കൂടെ നിൽക്കാനുള്ള ഒരാളുണ്ടാവില്ല, അവിടെ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അത് പണി കിട്ടി നോക്കുക. ചേച്ചി അതെ ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ ജിൻഡോ ചേട്ടനല്ലേ? നിങ്ങൾ ഒന്ന് ആണോ? അല്ല ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിന്റെ ഒരു മഹത്വം അറിയോ? അതായത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ കപ്പ്, ബിഗ് ബോസിന്റെ കപ്പ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ജിൻഡപ്പൻ മേടിച്ചു. ജിൻഡപ്പൻ മേടിച്ച് അവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കണ്ടസ്റ്റൻസിനെ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചു. സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് എൻ്റെ മല്ലയ്യ എനിക്കിത് കൊണ്ടുവന്നു, ഇത് നിനക്കുള്ളതാന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വലിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു 7 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ചങ്കാണ്. ഞാനാണ് മല്ലയ്യ എന്ന് പേരിട്ട്, ഞാനാണ് ജിൻഡപ്പൻ എന്ന് പേരിട്ട്. ഇന്ന് കേരളം മുഴുവൻ ജിൻഡപ്പൻ മല്ലയ്യ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിപ്പോൾ വരെ എൻ്റെ കയ്യിലാണ് ഈ കപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. 2 ദിവസം എൻ്റെ കയ്യിൽ വെച്ചോളാം പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇടയിൽ കയറി വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം രജിഷേട്ടാ. വെൽക്കം ടു ആർ ഷോ. ഈഗോ ടോക്സ് ആണ്. അപ്പോൾ ഈഗോ ടോക്സിൽ സാക്ഷിയാണ്. ഈ കപ്പ് ഞാൻ തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കൊണ്ടിരിക്കുന്നു കപ്പ് ഞാൻ തിരിച്ച് ഏൽപ്പിച്ചിട്ട് ഇത് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ജിൻഡപ്പൻ്റെ ചോദിക്കാനുണ്ട്. രതീഷ് ചേട്ടൻ ഓൾറെഡി ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിക്കാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ രതീഷ് ചേട്ടൻ നമുക്കും കുറെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ആദ്യം നമുക്ക് രതീഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാം. എന്താണ് ഒരുവിധം ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അതിന്റെ ഉത്തരമൊക്കെ ജിൻഡപ്പൻ തന്നു കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയാത്ത കാര്യം എന്താ അറിയോ? അതായത് പൊതുവെ നമ്മുടെ ജിമ്മന്മാരെങ്ങനെയാ കുറച്ച് ഭയങ്കര റഫായിട്ട് അല്ലെ, ഭയങ്കര ദേഷ്യം, പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചിരിയൊക്കെ വളരെ കുറവായിരിക്കും. ഒരു സാധാരണക്കാരന് ജിമ്മന്മാരുടെ അടുത്ത് പോവാൻ പേടിയുണ്ട് അല്ലേ? പക്ഷെ ഈ ജിമ്മൻ എങ്ങനെയാണ് ഇങ്ങനെ നന്മമാരായി മാറിയത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ നന്മമാരാവാൻ പറ്റുന്നത്? അപ്പൊ എല്ലാവരും പറയുന്നത് ഇപ്പൊ ജിൻഡോ ചേട്ടൻ ഭയങ്കര പാവമാണ്, ഭയങ്കര നന്മമരമാണെന്നാണ് ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ അറിയോ? അതായത് ഇപ്പൊ അവിടുന്ന് ഇപ്പൊ വരുമ്പോ ചെന്നൈയിലായിരുന്നല്ലോ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൊബൈലൊക്കെ കിട്ടിയിട്ട് വരുമ്പോൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ ആൾക്കാരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇവൻ സംസാരിച്ചത്. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നതാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സുഹൃത്തിനെ ഉണ്ടാക്കില്ല. ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി പോണതാണ്. അപ്പോൾ എനിക്ക് ഗെയിം കളിക്കണം, അതിൻ്റെ ഉള്ള സുഹൃത്തുക്കളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ധാരണ, തെറ്റായ ധാരണയാണ് കേട്ടോ അത്. തെറ്റായ ധാരണ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് ഉണ്ടാക്കിയതല്ല, ഇത് ഉണ്ടായി പോയതാണ്. നിങ്ങൾ 7 ദിവസം കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശന്ന് അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഭക്ഷണം നിഷേധിച്ചിട്ട് ഞാൻ പുറത്തിരുന്നിട്ട് എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് വാശി പിടിച്ചിരിക്കുമ്പോൾ വിശപ്പറിഞ്ഞ് അവൻ വായിൽ എനിക്ക് ഭക്ഷണം ഊറ്റി തന്നിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ ഇത്രയും ബന്ധം തുടങ്ങിയിട്ടില്ല തോന്നുന്നു അല്ലേ? ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പം ഞാൻ ജിൻഡപ്പൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കും. അവൻ എന്നെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് എനിക്ക് നിൻ്റെ ദോശ എനിക്ക് തന്നാ, നീ കഴിക്കണമെങ്കിൽ എനിക്ക് തന്നു നിൻ്റെ ദോശ. അപ്പോൾ മനസ്സറിഞ്ഞ്, ആളുകളുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരാളാണ് നമ്മുടെ ജിൻഡപ്പൻ. അപ്പോൾ ഈ കപ്പ് കിട്ടിയതൊന്നും വെറുതെ അല്ല. കാരണം പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് കളിക്കാൻ ജിൻഡപ്പൻ അറിയാം. 7 ദിവസം കഴിഞ്ഞ് ഔട്ടാകുമ്പോഴേ ഭയങ്കര സെൻറ്റിയായി. ഞാനും സെൻറ്റിയാണ്. ഞാൻ പക്ഷേ അത് പുറത്തേക്ക് കാട്ടിയില്ല. അപ്പോൾ ടണൽ റൂമിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ടണൽ റൂമിലേക്ക് ഇവൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, എടാ നീ എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവണം, ലൈഫ് ലോങ് നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും, എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ ചങ്കയെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ കപ്പൊക്കെ അടിച്ചിട്ട് എന്നെ വേണമെങ്കിൽ ഒഴിവാക്കി വിടാം. പക്ഷെ അന്ന് കപ്പ് അടിച്ചതിന് ശേഷം അന്ന് എന്നെ പിടിച്ചതാ. ഇതുവരെ എന്നെ വിട്ടില്ല. ഇതിപ്പോ ഈ ഇന്റർവ്യൂ വരെ എന്നെ വീട്ടിൽ പോകാൻ സമ്മതിക്കണില്ല, എന്റെ കൂടെ ഉണ്ടാവണം പറഞ്ഞിട്ട്. ജിൻഡോ ചേട്ടൻ ആദ്യം പറഞ്ഞു, അതായത് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനം വരെയും വാക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും വാക്ക് കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. ഞാൻ വാക്ക് കൊടുക്കണ കുറവാണ്, വിശ്വസിക്കലും കുറവാണ്. അല്ല, വാക്ക് എന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. ഒരാളോട് പറയുന്ന വാക്കുകൾ, ഒരാളെ എന്താ പറയാ, ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ആളെ സന്തോഷിപ്പിക്കാനും ഏറ്റവും സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരാളെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ ആക്കാനും പറ്റുന്നത് ഒരു വാക്കിനാണ്. അതിനകത്ത് തന്നെ നമ്മുടെ ഡയമണ്ട് കൊണ്ടുവച്ചിട്ട് നമ്മുടെ ശരത് ചേച്ചി സബ്ജക്ട് വന്ന സമയത്ത് ഇത് മറ്റുള്ളവർ കക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചു. മീൻസ് കാവൽക്കാരനായിട്ട് എന്നെ ഏൽപ്പിച്ചപ്പോൾ എനിക്കും വേണമെങ്കിൽ അത് കക്കാം. അങ്ങനെയായിരുന്നു ടാസ്ക്. ആർക്കും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അവർ എന്നെ കക്കാതിരിക്കാൻ വേണ്ടി അത് ഏൽപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്നോട് വേണമെങ്കിൽ എടുക്കാം എന്നാണ് പറഞ്ഞത്. നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നുള്ളൂ, പക്ഷെ നിനക്കും വേണമെങ്കിൽ എടുക്കാം. വിശ്വാസം.
പക്ഷെ ഞാൻ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനും എടുത്തില്ല, ഞാൻ വേറെ ആരും എടുപ്പിക്കില്ല. കാരണം എനിക്കത് എടുത്തെങ്കിൽ എനിക്ക് നോമിനേഷൻ ഫ്രീ ആവാം, വേറെ കുറച്ച് ഉപകാരങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിചാരിച്ചത് കാരണം നമ്മളൊരാളെ വിശ്വാസമായിട്ട് സാധനം ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, എങ്ങനെ ഇങ്ങനെ നന്മവരാൻ പോയിട്ട് അതിന്റെ ഉത്തരം വന്നില്ല. ഭയങ്കര നന്മമരായി നിൽക്കുമ്പോൾ അതിനുള്ള പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? എങ്ങനെ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കപ്പ് ഇവിടെ വരൂ? അതല്ല അങ്ങനെയല്ല, അത് പൊരുതി ജയിച്ചത്. അത് ജിൻഡോ ചേട്ടൻ ഈ പറഞ്ഞ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരാളായത് കാരണം ഇത്രയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് സ്വയം പൊരുതി വന്ന ആളാണ്. പക്ഷെ ആ പൊരുതി എത്തുന്നതിലേക്ക് ആ ഒരു ജേർണിയിൽ കുറെ പണികൾ കിട്ടിയതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ഈ നന്മമരം കാരണം? നന്മമരായാലും അവനത് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ അത് സസ്പെൻസ് ഉണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അറിയോ, അത് വിട്ടിട്ട് അപ്പൊ നന്മമരാണെങ്കിലും ബുദ്ധിയുള്ള നന്മമരമാണ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ബിഗ് ബോസ് ഹൗസിൽ നമ്മളൊരു 100 ദിവസം പോയി നമുക്കവിടെ നിൽക്കാൻ പറ്റണ്ട. 100 ദിവസം വേണ്ട, ഒരു മാസമൊക്കെ നിന്നേണ ആൾക്കാർ മിനിമം അവിടെ കൊണ്ടുപോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ ചെന്നാലും ജീവിക്കും. ഇപ്പം മൊബൈലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനം വന്നാൽ നമുക്ക് അടിച്ചു നോക്കണം, അതിന് മറുപടി കൊടുക്കണം. ഇപ്പം സാധനം ചോദിച്ച് എനിക്കറിയില്ല മറുപടി, ഗൂഗിൾ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് താൻ ചോദിക്കണ ചോദ്യം ഇവിടെ എല്ലാവരും ചോദിക്കണ ചോദ്യം ഇവിടെ വന്ന് വീഴാണ്. പിന്നെ ഇവിടെ കിടന്ന് ആലോചിക്കണം. അത് തിരിച്ച് പറയണത് തെറ്റാണെങ്കിൽ പുറത്ത് മൈനസ് അടിക്കും. അത് ശരിയാക്കണമെങ്കിൽ ഇത്രയും പേര് പറയുന്ന സാധനം നമ്മൾ ശരിയാക്കി പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇതിനകത്ത് കുറച്ചും കൂടി ബുദ്ധി കൂടി. ബിഗ് ബോസിൽ ഞാനും ഇല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു, അവിടെ നിന്ന് വിളിച്ചപ്പോഴും ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞില്ലേ, നമുക്ക് 2 വശമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ഔട്ട്കമും ഉണ്ട്, നെഗറ്റീവ് ഔട്ട്കമും ഉണ്ട്. അതെന്താ തോന്നിയത്? ഇപ്പോൾ നിങ്ങൾ 2 പേരും പാർട്ടിസിപ്പൻസ് ആണ്, അപ്പോൾ 2 പേരും കോമൺ ആയിട്ട് ചോദിക്കാൻ തോന്നുന്നു, എന്താണ് ആ നല്ല വശവും ചീത്ത വശവും? നല്ല വശം നമ്മൾ അവിടെ എന്താ അറിയോ, അവിടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ അവിടെ നടക്കും. ചീത്ത വശം എന്ന് പറഞ്ഞാൽ ഗെയിമിന് വേണ്ടിയിട്ടാണ്. അവിടെ ആരും ചീത്ത ചെയ്യുന്ന ആൾക്കാരില്ല, സത്യം പറയാലോ. അതായത് എല്ലാ കണ്ടസ്റ്റൻസും ഗെയിമിന് വേണ്ടിയിട്ടാണ്. അവര് അവിടെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഗെയിമിന് വേണ്ടി വന്ന കാരണം അവിടെ നെഗറ്റീവ് പോസിറ്റീവും നമുക്ക് ഗെയിമുകൾ കിട്ടും. നിസ്സാരം എന്ന് തോന്നുന്ന കണ്ടന്റൊക്കെ, ഒരു ചായ കേസ് തന്നെ ഉദാഹരണത്തിന്, ഒരു അല്ലേ, അത് കണ്ടന്റിന് അതൊരു അതിൻ്റെ ഉള്ളിൽ അത് മാത്രം നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വേറെ നമുക്ക് വലിയ ലോകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കിട്ടില്ല. കാരണം ആ ചുറ്റുവട്ടത്ത് നമ്മൾ വിയറ്റ്നാം കോളനിയിൽ പെട്ട പോലെയാണ്. നമ്മൾ ജയിലിൽ കിടത്തി കഴിഞ്ഞിട്ട് കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പറയാം കുറേ ഉറുമ്പുകൾ നിരന്ന് വരാം. അപ്പം ഞാൻ പറയണേ, എടാ ബിഗ് ബോസ് ഉറുമ്പിനെ കയറ്റി വിട്ടിട്ടുണ്ട് നമ്മളെ കടിപ്പിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അറിയില്ലോ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ഉണ്ടെങ്കിലോ. എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ചോദിക്കല്ലേ, നമ്മൾ പലരോടും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോകും. അപ്പോൾ എല്ലാവരും ഇതേപോലെയാണ്, അയ്യോ ഞാനില്ല എന്ന് പറയും. ഒരു കുഴപ്പമില്ല, എല്ലാവരും പറയും പോണ്ടെന്നൊക്കെ പറയും. ഞാൻ കുറേ എക്സ് കണ്ടസ്റ്റൻസ് പറയണത് കേട്ടിട്ടുണ്ട്, അയ്യോ ബിഗ് ബോസിൽ പോകണ്ട. ഞാൻ പറയുന്നത് പോകണം, പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരണം. കാരണം അവിടെ അതായത് നമ്മൾ ഇമേജ് കോൺഷ്യസ് ആവാൻ പാടില്ല എന്ന് മാത്രം. ഞാൻ കളിക്കുമ്പോൾ ഞാനൊരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല, ഇവൻ ഒട്ടും ആയിരുന്നില്ല. ഐ തിങ്ക് അതാണ് നമ്മുടെ ഷോന്റെ തന്നെ ഈഗോ ടോക്സ് ആണ്. എല്ലാവർക്കും ആ ഒരു ഈഗോയും ഇമേജ് കോൺഷ്യസ്നെസ്സും ഒക്കെ ഉണ്ട്. ജിൻഡപ്പം കളിക്കുമ്പോൾ ഒരു ഇമേജും ഇല്ല. ചായ പ്രശ്നത്തിന് അതെന്താ പറഞ്ഞു കൊടുത്തത്? ചായ പ്രശ്നം 2 ദിവസം നമ്മൾ മിണ്ടാതിരിക്കായിരുന്നു. അതായത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കാം രീതിയിൽ ഇങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോമിനേഷൻ വരും, പുറത്താണ് നോമിനേഷനിൽ. അപ്പോൾ അതിനകത്ത് തന്നെ 9 പേര് നോമിനേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അമ്മോട് നീ ഒരു വാക്ക് കൊടുത്തിട്ട് പോയിക്കണം, കൂടുതൽ അടി ഉണ്ടാക്കൂല, പ്രശ്നം ഉണ്ടാക്കൂല എന്നൊക്കെ പറഞ്ഞാൽ പോയിക്കണം. അത് ഓർത്ത് ഞാൻ 2 ദിവസം മിണ്ടാതിരുന്നേം ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സമയത്ത് 9 പേരെ എന്നെ പുറത്താക്കണം നോമിനേഷൻ ചെയ്തപ്പോൾ എനിക്ക് ഭ്രാന്തായി. പിന്നെ അപ്പം തന്നെ ഞാൻ എണീറ്റിട്ട് ഇവിടെ ആരെ ചായ ഉണ്ടാക്കിയെന്ന് വെച്ചു. അപ്പോൾ ആ ചേച്ചി പാവം ചേച്ചി ഉണ്ടാവും, പാവം ചേച്ചി ഭയങ്കര ഇതിൽ അപ്രീഷിയേഷൻ കിട്ടാന്ന് വെച്ചിട്ട് ആളെ കഴിഞ്ഞിട്ട് ഞാനേ ചായ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം തന്നെ പണി ഊള ചായ മേലോടെ ഉണ്ടാക്കിയത്. ആ ചേച്ചി വന്നപ്പോൾ പറഞ്ഞില്ല, ആ ചേച്ചി ഭയങ്കര പാവം ചേച്ചിട്ടാ. ആ ചേച്ചി ഉള്ളതുകൊണ്ടാണ്. ആ ചേച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ പിന്നെ ചീത്തയെ വഴുക്കായി. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആ ചേച്ചി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാപ്പ് തന്നില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ എന്നെ ആ ആഴ്ച തന്നെ എന്നെ പുറത്താക്കാം പറഞ്ഞിട്ട് പാവം ചേച്ചിയാണ്. ആ ചേച്ചി ഇപ്പോൾ അതായത് ഗസ്റ്റായിട്ട് വന്നപ്പോൾ ചേച്ചി എന്താ പറഞ്ഞെന്നറിയോ, അതായത് ജിൻഡോ എനിക്ക് വീട്ടിൽ പോലും ചായ ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വീട്ടിൽ ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ പറയും ജിൻഡോ വെറുതെ അല്ല യൂള ചായ അവനൊന്ന് കാണാനുണ്ട്, ഹസ്ബൻഡ് പറയുന്നത് കാണാനുണ്ടെന്ന് പറയും, മനസ്സിലായോ? അതേപോലെ ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോൾ ഞങ്ങൾ ഈ ഫൈനലിന് പോയപ്പോൾ പറഞ്ഞതാണ്, പേര് ഞാൻ പറയുന്നില്ല, ഒരു കണ്ടസ്റ്റന്റ് ഞങ്ങൾ 2 പേരും പിടിച്ചിരുത്തി. എന്നിട്ട് പറയാം, എടാ
വൃത്തികെട്ടന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് പറയുമ്പോൾ ഞാൻ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് നിങ്ങളുടെ വിചാരം എന്താ എനിക്ക് നല്ല ധൈര്യമാണെന്ന്. ഒരു ചേച്ചിയാണ് കേട്ടോ, എൻ്റെ കൈ പടപടാ വിറയ്ക്കാണ്. നീ പോയപ്പോൾ എനിക്ക് സമാധാനമായിത്രേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ചേച്ചിയെ വിറ്റായപ്പോൾ സമാധാനമായിരുന്നു. ഞാൻ ഓരോരുത്തരെ വിറ്റാകുമ്പോൾ യെസ് യെസ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഞാൻ പുറത്തിരിക്കണ ആളാണല്ലോ. അപ്പൊ ധൈര്യമൊക്കെ ചുമ്മാ കാണിക്കുന്നതാണെന്നാണ് പറയണത്. അപ്പൊ എല്ലാവർക്കും ആ ചേച്ചി കേട്ടോ ധൈര്യം ചുമ്മാ കാണിക്കുന്നല്ല. അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമാണ്. അവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ഗെയിമർമാരായിരുന്നു, ബെസ്റ്റ് ഗെയിം. പിന്നെ അവരുടെ അടുത്ത് നമുക്ക് ജയിച്ചു വരാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ ജയിച്ചു വന്നുള്ളൂ. അവരും വിന്നേഴ്സാണ് എല്ലാവരും. 25 കയറി, കാരണം 1 ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടാണ് 25 പേരെ സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ തന്നെ അവർ വിന്നായി. ആ പ്ലാറ്റ്ഫോമിൽ കയറാന്ന് പറഞ്ഞാൽ തന്നെ അവർ അച്ചീവ്മെന്റ് ആണ്. ആരുടെ അടുത്ത് ചെന്ന് നമ്മൾ ആ റൂമിലേക്ക് കയറാന്ന് പറഞ്ഞാൽ നമ്മൾ വിന്നാണ്. പിന്നെ അവിടെ നടക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പിള്ളേർ പഠിക്കണല്ലോ, ക്ലാസ്സിൽ പഠിക്കണല്ലോ, അവരെല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. 10th പഠിക്കണം, അവർ മാർക്ക് മേടിക്കുന്ന പല ടൈപ്പ് മാർക്കുകളായിരിക്കും. പക്ഷെ അത് സ്വഭാവം പല സ്വഭാവമായിരിക്കും. അതിൽ ഏറ്റവും പൊട്ട സ്വഭാവം എൻ്റെ ആയിരുന്നു. അതുകൊണ്ടാണ് എന്നെ 7 ദിവസം കൊണ്ട് പറഞ്ഞു വിട്ടു. സ്വഭാവം എൻ്റെ ആയിരുന്നു. പക്ഷെ ഇവനെ കപ്പോടുന്ന പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ എനിക്കൊരു സന്തോഷമുള്ളൂ. അപ്പൊ എന്തായാലും അതിൽ നിന്ന് രതീഷ് ഏട്ടന് നല്ലൊരു ഫ്രണ്ടിനെ, ലൈഫ് ലോങ് ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ മുത്താണ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ ക്ലീശയായിട്ട് തോന്നാം, ചില ക്ലീഷേഴ്സ് ഒക്കെ നല്ലതാണ്. ചില ക്ലീഷേഴ്സ് നല്ലതായിരിക്കാം. പക്ഷെ എന്തൊക്കെയോ ഞങ്ങൾക്ക് ഒരു പോകുന്നത്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് 7 ദിവസം കൊണ്ട് ഞാൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, 7 ദിവസം കൊണ്ട് എങ്ങനെയാടാ നീ ഇങ്ങനെ നമ്മളെ അടുത്ത് പോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചില അറ്റാച്ച്മെന്റ്സ് അങ്ങനെയാണല്ലോ, എക്സ്പ്ലനേഷൻസിന് അതീതമാണ്. അതെ, ആർക്കും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല പല കാര്യങ്ങൾക്കും. ഞാൻ എവിക്റ്റ് ആയി പോയപ്പോൾ കരഞ്ഞത്, എന്നെ തിരിച്ചെടുക്കുന്ന ലാലേട്ടനോട് പോയിട്ട് കരഞ്ഞത് ആളാണ്. സത്യത്തിൽ ഞാൻ ഇവനെ എവിക്റ്റ് ആക്കിയെങ്കിലും തിരിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. കാരണം ഫസ്റ്റ് വീക്കല്ലേ, ഫസ്റ്റ് വീക്കാകുമ്പോൾ സാധാരണ അങ്ങനെ എടുക്കാറുണ്ട്. ഫസ്റ്റ് വീക്ക് വീണ്ടും കയറ്റി വിടാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം റിക്വസ്റ്റ് ചെയ്യാം എന്നിട്ടാണ് എൻ്റെ മാക്സിമം ഞാൻ കൊടുത്ത് റിക്വസ്റ്റ് ചെയ്തത്. പക്ഷേ തിരിച്ചെടുത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയിട്ട് കൊടുക്കും. നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ഒന്ന് പുറത്ത് വിടാം. ഓക്കെ, അപ്പോൾ രതീഷ് ചേട്ടന് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ രതീഷ് ചേട്ടൻ ഒരു തിരക്കില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 പേര് വന്ന് നിൽക്കുന്നുണ്ട്. വേറെ തിരക്കൊക്കെ മല്ലായിക്കുക. എനിക്ക് ചെറിയ തിരക്ക്. അത് പറഞ്ഞു ജിൻഡേട്ടൻ പറഞ്ഞു. അപ്പോൾ നിൽക്കാൻ സമയം. ഓക്കെ, കപ്പ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു, വന്നതിൽ ഒരുപാട് സന്തോഷം. കാണാം. താങ്ക് യു. ഓക്കെ, കപ്പ് എത്തിച്ചിട്ടുണ്ട്. വേറെ ഇതൊന്നുമില്ല. കണ്ണാട ആവശ്യമുണ്ടോ? എനിക്കൊന്നും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ കേട്ടു, കുറേ ഇമോഷണൽ കാര്യങ്ങൾ പറഞ്ഞു, ഉള്ളത്തെ വിശേഷങ്ങൾ പറഞ്ഞു, പുറത്തിറങ്ങിയപ്പോൾ റിയാക്ഷൻസ് കേട്ടു. ഇത്രയും നേരം നമ്മളടുത്ത് വളരെ വളരെ ജെന്യുവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ജിൻഡോ ചേട്ടൻ വിളിച്ച് സംസാരിച്ച 2-3 പേരെയാണ് വളരെ സ്പെഷ്യലായിട്ട് പോകുന്നതിന് മുന്നേ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ ആൾ ഇപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ജിൻഡോ ചേട്ടന് കുറേ സർപ്രൈസും എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ ആയിട്ടാണ് ആ ആൾ വന്നിരിക്കുന്നത്. നമ്മുടെ ബാദ്ഷാ പ്രൊഡക്ഷൻസിൻ്റെ അമരൻ, നമ്മുടെ സ്വന്തം ബാധക്കേനെ ഞാൻ ഷോയിലേക്ക് വിളിക്കുകയാണ്. ബാധക്കാ ഉഷാറാണ്. നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ഇവിടുന്ന് ഒന്നാമതിൽ പോകുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് പറയരുതെന്നാണ് പറയുക. അപ്പോൾ എന്നാലും നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വേണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരോട് പറയാണ്ട് പോകണമെന്ന് ശരിയല്ലല്ലോ. അപ്പോൾ ബാധക്കനെ വിളിച്ച് പറഞ്ഞു, ബാധക്ക ഞാനിങ്ങനെ പോവാണ്, എന്നെ കഴിയാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ബാധക്ക ഒരു സോൾ സപ്പോർട്ടറാണ് അല്ലേ? സത്യം. കാരണം ബാധക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാരെയും അറിയുന്ന ഒരാളാണ്. ബാധക്കയുടെ ഡോർ സ്റ്റെപ്പിലാണ് കുറേ പേര് ഒരു ഫ്യൂച്ചറിന്റെ ഒരു ഹോപ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് ആൾക്കാരെ കൈപിടിച്ച് നേരത്തെ പറഞ്ഞ പോലെ കയറ്റിക്കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് അത് മനസ്സാണ്. മറ്റുള്ളവരെ പുതിയ ആൾക്കാരെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരണം, അത് കൈ കൊടുത്ത് കയറ്റി കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല മനസ്സുണ്ടാവണം, എന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. കാരണം എന്തുണ്ടായിട്ടും കാര്യമില്ല, നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് വിളിക്കുക. ജിൻഡപ്പം വിളിച്ചപ്പോൾ ആദ്യം ഒറ്റ വർത്തമാനം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കപ്പും കൊണ്ട് വന്നിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ അങ്ങടെ പറയാ, എടാ പോയി എങ്ങനെ ഉണ്ടാവും, ഞാൻ കപ്പും കൊണ്ട് വരും. അങ്ങനെ ഇത് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ നീ കപ്പും കൊണ്ടേ വരുള്ളൂ. സത്യട്ടോ, സത്യം. അതിപ്പോ പറഞ്ഞത് പൊന്നായില്ലേ? ആ സത്യം സത്യം.
കാരണം എല്ലാവരോടും ഞാനാ പറയണേ ഇപ്പൊ ശരി കറക്റ്റ് മെമ്മറി അത്. കാരണം ഞാൻ എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞപ്പോ ബാധക്ക് ഇങ്ങോട്ട് പറയാതെ നീ കപ്പും കൊണ്ടേ വരുള്ളൂ. അല്ല ബാധക്കയുടെ കാര്യം ഇപ്പോൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും അതെ കുറേ പേര് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മളോട് ഇങ്ങനെ പറയും ബാധക്കയാണ് എനിക്കത് പറഞ്ഞു തന്നത്, ബാധക്കയാണ് ഇത് പറഞ്ഞു തന്നത്. ആ ഒരു ഒരു എനർജിയാണ് അല്ലേ കുറേ പേര് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളായാലും സ്റ്റുഡൻസിന് എടാ സൂപ്പർ എടാ അടിച്ചിട്ട് വന്നോട്ടോ നമ്മൾ ആ ഓർമ്മ ഇപ്പൊ എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ കുറേ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എതിരാളികൾ ചിലപ്പോൾ നല്ല ശക്തരായിരിക്കും അവിടെ നിൽക്കുന്നത്, പക്ഷെ എന്നാലും ആ എടാ നീ അടിച്ചിട്ട് വന്നോട്ടാ, ആ കോൺഫിഡൻസ് അതാണ് ബാധക്ക് എനിക്ക് തന്നത്. അതുപോലെ തന്നെ നമുക്കും ഇപ്പം ബാദുഷ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത്. വേറെ ഇതുണ്ടെങ്കിൽ ആദ്യം യൂട്യൂബ് ചാനൽ ആദ്യത്തെ പ്രോഗ്രാം ഇതാണ്. ഈഗോ ടാക്ക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമാണ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ജിൻഡോനെ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഐശ്വര്യമായിട്ട് തുടങ്ങിക്കാണ് പശീലായിട്ട് തുടങ്ങാം. ഞാൻ വെക്കണതെല്ലാം പൊന്നായിട്ടുണ്ട് ചെറുപ്പം മുതലേ. സത്യം ഞാൻ എന്ത് കൈ വെച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസിന്റെ ഒരു എന്താ പറയാ രാജാവാണ്. അത് കൂടുതലാ. ഒരു കൈൻഡ് ഓഫ് മനസ്സുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഒരു പോസിറ്റീവ് വൈബുള്ള ആൾക്കാർ തമ്മിൽ കൂടണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിനകത്ത് ഈ നെഗറ്റീവ് വൈബുള്ള ആൾക്കാരെ എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് വൈബ് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാനും ജിൻഡോയും കൂടി ഒരു DNA എന്ന് പറഞ്ഞ സിനിമയുടെ പ്രിവ്യൂ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ അതിനിടയിൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് വന്നേക്കുന്നത്. ജിൻഡോനെ പറ്റിയല്ല, എന്നെ പറ്റി. അതെ 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 അതെ. ഇതിനു മുമ്പ് അയാളെ വിശ്വസിക്കരുത്, ഇതിനു മുമ്പ് വന്ന ഒരു കണ്ടസ്റ്റന്റിനെ പുള്ളി പറഞ്ഞു പറ്റിച്ചാണ്. ഞാൻ ഇതുവരെ ആർക്കും ഒരു ഓഫറും കൊടുത്തിട്ടില്ല. ജിൻഡു ചേട്ടന് കുറേ സർപ്രൈസും എന്തൊക്കെയോ ഓഫേഴ്സ് ഒക്കെ ആയിട്ടാണ് ആളിപ്പോൾ വന്നിരിക്കുന്നത്. സത്യം